ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കായ്പോളയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നമ്മൾ പഴവും മുട്ടയും ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്ന നല്ല ടേസ്റ്റി ഒരു സ്നാക്സ് ആണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതൊക്കെ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് സ്നാക്സ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയൊരു സ്നാക്സ് ആണ്. അതുപോലെ വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ഒരു വിഭവമാണ്. എല്ലാവരും ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ വരുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. മാത്രമല്ല ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാനും വേണ്ടി തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. ഇതിനായിട്ട് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് 3 നേന്ത്രപ്പഴമാണ്. ഇതിപ്പോൾ ചെറിയ പഴമായതുകൊണ്ടാണ് ഞാൻ 3 എടുത്തിട്ടുള്ളത്. വലിയ നേന്ത്രപ്പഴമൊക്കെ ആണെങ്കിൽ 2 മതിയാവും. നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഇതിനെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ ഇതിനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് നെയ്യിലൊന്ന് വാട്ടിയെടുക്കണം. ആദ്യം നമുക്കൊരു പാൻ എടുത്തിട്ട് ചൂടാക്കുക. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യൊന്ന് ഇട്ടിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. നെയ്യൊന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരല്പം കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. ഈ കാഷ്യൂ നട്ട്സിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരല്പം റൈസിൻസും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിനെയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂ നട്ട്സും റൈസിൻസും ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിതിനെ എണ്ണയിൽ നിന്നും കോരി മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഇതേ പാനിലേക്ക് തന്നെ പഴവും ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം. നല്ലപോലെ പഴുത്ത പഴമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോവും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നല്ലപോലെ ഉടച്ചെടുക്കാതെ ജസ്റ്റ് ഒന്ന് പഴത്തിനെ നെയ്യിലിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇപ്പോൾ പഴത്തിനെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചൂട് പോവാനായിട്ട് നമുക്ക് ഈ പാനിൽ നിന്നും മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കുക. ഇതിലേക്ക് നമുക്ക് 3 മുട്ട വേണം. ഈ 3 മുട്ടയും ഈ മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ 3 മുട്ടയും ഞാൻ മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 ഏലക്കായും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. വെറുതെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. കൂടുതലായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കൊന്നും വേണ്ട. എന്നിട്ട് ഇതിനെ നമുക്കൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വാട്ടി വെച്ചിരിക്കുന്ന പഴമുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും റൈസിൻസും ഉണ്ടല്ലോ അതിൽ നിന്നും കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മാറ്റി വെക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കായ്പോള റെഡിയാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം നമുക്കൊരു പഴയ പാനോ അല്ലെങ്കിൽ തട്ടോ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വേണം നമ്മൾ കായ്പോള തയ്യാറാക്കാനുള്ള പാന് വെച്ച് കൊടുക്കാൻ. നമ്മൾ മുട്ടയ്ക്ക് യൂസ് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ കായ്പോള അടിയിൽ പിടിക്കും. അങ്ങനെ പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് അടിയിലൊരു പാനോ അല്ലെങ്കിൽ തട്ടോ ഒക്കെ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ പാനിലേക്ക് ഒരല്പം നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യൊന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കായ്പോളയുടെ കൂട്ടുണ്ടല്ലോ അതങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിനെ ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കിന് ഇത് കുക്കായി വരും. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഹാഫ് കുക്കായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും റൈസിൻസും ഉണ്ടല്ലോ അതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും ഇതിനെ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞ് കായ്പോളയൊക്കെ നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചൂടാറിയതിന് ശേഷം പാനിൽ നിന്നും മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്ത് ഉപയോഗിക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്.
വളരെ ടേസ്റ്റിയാണ്, വെറുതെ പറയുന്നതല്ല. നിങ്ങൾ തീർച്ചയായിട്ടും പഴവും മുട്ടയും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ. തീർച്ചയായിട്ടും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മാത്രമല്ല ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാനും വേണ്ടി തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പം നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.